എല്ലാവർക്കും നമസ്കാരം. സോ 11ാമത്തെ ചോദ്യത്തിലേക്ക് കയറാം. ഇഫ് tan a is equal to 1/7 എങ്കിൽ എന്താണ് cos 2a എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ അപ്പോൾ നമുക്ക് ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കുക. cos 2θയ്ക്ക് നിങ്ങൾ 4 സബ്സ്റ്റിറ്റ്യൂഷൻസ് ട്രിഗണോമെട്രിയിൽ പഠിക്കുന്നുണ്ട്. അത് 4ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. cos 2θ is equal to 2 cos square theta minus 1 is equal to 1 minus 2 sin square theta is equal to cos square theta minus sin square theta equal to 1 minus tan square theta by 1 plus tan square theta. അങ്ങനെ 4 സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കുന്നത്. അത് 4ഉം ഒന്ന് എഴുതിയിടാം. ഒറ്റ സ്ട്രെച്ചിൽ അത് പഠിച്ചിരിക്കുന്ന വളരെ നല്ലതാണ്. അതിൽ 4th സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് ചെയ്യേണ്ട ചോദ്യമാണ് cos 2a in terms of tan a നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 4 സബ്സ്റ്റിറ്റ്യൂഷൻസ് പഠിച്ചു വയ്ക്കുക. ഇതിനോടൊപ്പം തന്നെ 11ാമത്തെ ചോദ്യത്തിൽ ഒരു നോട്ടായിട്ട് നിങ്ങൾ ആദ്യമേ 4 സബ്സ്റ്റിറ്റ്യൂഷൻസ് അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം. cos 2θ എന്ന് പറയുന്നത് 2 cos square theta minus 1 ആണ്. 1 minus 2 sin square theta ആണ്. cos square theta minus sin square theta ആണ്. എല്ലാം ഈക്വൽ ആണ് കേട്ടോ. 1 minus tan square theta by 1 plus tan square theta ആണ്. ഇതേപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. cos 2θ is equal to 2 cos square theta minus 1 is equal to 1 minus 2 sin square theta equal to cos square theta minus sin square theta equal to 1 minus tan square theta by 1 plus tan square theta. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതേപോലെ sin 2θയ്ക്ക് 2 സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. 2 sin theta cos theta. അതിനുശേഷം ടാനിലുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, tan 2θയ്ക്ക് ആണെങ്കിൽ ഒറ്റ സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. പിന്നെ sin 3θ cos 3θ tan 3θ ഇതിൻ്റെ എല്ലാ സബ്സ്റ്റിറ്റ്യൂഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ cos 2θ ഇൻ ടേംസ് ഓഫ് tan എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് tan സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് tan സ്ക്വയർ തീറ്റ. അപ്പോൾ അതനുസരിച്ച് cos 2a ഇൻ ടേംസ് ഓഫ് tan a എന്ന് പറയുമ്പോൾ എന്താവും? cos 2a is equal to, ശ്രദ്ധിക്കുക, cos 2a is equal to 1 മൈനസ് tan സ്ക്വയർ a ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ a. ശരിയാണല്ലോ? 1 മൈനസ് tan സ്ക്വയർ a ബൈ 1 പ്ലസ് tan സ്ക്വയർ a. സോ ദിസ് ഈസ് ഈക്വൽ ടു tan a എന്ന് പറയുന്നത് എന്താണ്? 1/7 ആണ്. അപ്പോൾ tan യുടെ പ്ലേസിൽ 1/7 കൊടുത്താൽ മതി. 1 മൈനസ് 1/7ൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1/7ൻ്റെ സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/49 ബൈ 1 പ്ലസ് 1/49. ക്രോസ് ചെയ്താൽ എന്ത് വരും? 49 മൈനസ് 1/49 ഡിവൈഡഡ് ബൈ 49 പ്ലസ് 1/49. 49 ക്യാൻസൽ ചെയ്താൽ 49 മൈനസ് 1 48, 49 പ്ലസ് 1 50. 2 കൊണ്ട് കട്ട് ചെയ്താൽ 24/25. സോ ഓപ്ഷൻ എ 24/25 ആണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. NDA 2021 ചോദിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഇതിനടുത്ത് 12ാമത്തെ ചോദ്യം നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 12. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇതേപോലെ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ മിനിമം ഒരു 6 എണ്ണമെങ്കിലും കുറഞ്ഞത് NDA ഷുവറാണ്. അതായത് 3 സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്മെൻറ്റോ തരും. എന്നിട്ട് 1 ട്രൂ ആണ്, 2 ട്രൂ ആണ്, 3ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ, 1ഉം 2ഉം ട്രൂ ആണ്, 2ഉം 3ഉം ട്രൂ ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് തരും. അതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ജോലി. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ എനിവേസ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാനുള്ള മിനിമം നോളജ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫസ്റ്റ് എന്താണ് പറയുന്നത്? ദി നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. നൾ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? എം ടി സെറ്റ് ആണ്. ശരിയല്ലേ? നൾ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? എം ടി സെറ്റിനെ വിളിക്കുന്ന പേരാണ് നൾ സെറ്റ്. അതായത് ഒരു എലമെൻറ്റ് പോലും ഇല്ലാതെ ഫൈയെ വിളിക്കുന്ന പേരാണ് നൾ സെറ്റ്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പം നൾ സെറ്റ് എന്ന് പറയുന്നത് ഏതൊരു സെറ്റിൻ്റെ സബ്സെറ്റാണ്. അത് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷനിൽ തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. ശരിയല്ലേ? ഏതൊരു സെറ്റ് എടുത്താലും അതിൻ്റെ സബ്സെറ്റ് എഴുതുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തീർച്ചയായിട്ടും എന്ത് വരും? നൾ സെറ്റ് വരും. ഇപ്പോൾ സെറ്റ് 1 2 ആണെങ്കിൽ അതിൻ്റെ സബ്സെറ്റ്സ് ഏതൊക്കെയാണ്? സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1 2, പിന്നെ നൾ സെറ്റ്. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ് ആൻഡ് നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഇത് അടിപൊളിയായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. ഏതൊരു സെറ്റ് എടുത്താലും അത് ആ സെറ്റിൻ്റെ തന്നെ സബ്സെറ്റ് ആണ്. ആൻഡ് ഓൾസോ നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ് ആൻഡ് നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഇത് രണ്ടും അടിപൊളിയായിട്ട് ഓർത്തിരിക്കണം. ആൻഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദി സബ്സെറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? 2n.
അത് പവർ സെറ്റിലെ എലമെന്റ്, അതായത് സബ്സെറ്റുകളെല്ലാം കൂടെ ഒരു സെറ്റിനകത്ത് എഴുതുന്നതിനെയാണ് പവർ സെറ്റ് എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ് ചോദിച്ചാലും നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ചോദിച്ചാലും കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ 2n ആണ്. n എന്ന് പറയുന്നത് ഗിവൺ സെറ്റിനകത്തുള്ള എലമെന്റ്സിന്റെ എണ്ണമാണ്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. 100% ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. 100% ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ അവർ പറയുന്നത് ഒരു സെറ്റിനകത്ത് 10 എലമെന്റ്സ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അതിന്റെ പവർ സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? സബ്സെറ്റുകളെല്ലാം കൂടെ ഒരു സെറ്റിനകത്ത് എഴുതുന്നതിനെയാണ് നമ്മൾ പവർ സെറ്റ് എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. പവർ സെറ്റ് ഇസ് എ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ്. എല്ലാ സബ്സെറ്റുകളുടെയും സെറ്റിനെയാണ് പവർ സെറ്റ് എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. പവർ സെറ്റിനകത്തുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് 2n. 2n ശ്രദ്ധിച്ചിരിക്കുക, 2n. n എന്ന് പറയുന്നത് ഗിവൺ സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? 10 എലമെന്റ്സ് ആണുള്ളത്. സോ 210 ആണ് 1024. സോ ഓപ്ഷൻ 3യും കറക്റ്റ് ആണ് അല്ലെ. ഇഫ് എ സെറ്റ് ഹാസ് 10 എലമെന്റ്സ് ദെൻ ഇറ്റ്സ് പവർ സെറ്റ് വിൽ ഹാവ് 1024 എലമെന്റ്സ്. എക്സ്ട്രീംലി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പവേഴ്സ് ഓഫ് 2 ഒരു 210 വരെ പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ എക്സാം ഹോളിൽ ഇരുന്ന് നമ്മളിത് വെരിഫൈ ചെയ്ത് നോക്കേണ്ടി വരും. അറ്റ്ലീസ്റ്റ് 2n ആയതുകൊണ്ട് 2 സ്ക്വയർ, 2 ക്യൂബ്, 2⁴, 2⁵, 2⁶, 2�7, 2�8, 2�9, 210 വരെ അറ്റ്ലീസ്റ്റ് കാണാതെ പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് 5ഉം 10ഉം 2⁵, 2�10 ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഇക്വേഷൻ 2n ആണെന്നറിയാം. എന്നിൻ്റെ പവറിൽ ഏത് നമ്പർ വന്നാലും പെട്ടെന്നൊന്ന് വെരിഫൈ ചെയ്യാൻ നമുക്ക് പറ്റണം. ഓക്കെ, അപ്പം 210 1024. ഇനി മറക്കരുത്, 1024 എത്രയാണ്? 210 ആണ്. ഓക്കെ, സോ ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? 1 ഉം 2 ഓൺലി ആണോ കറക്റ്റ്? അല്ല, 3ഉം ശരിയാണ്. 1, 2 and 3. ഓപ്ഷൻ ഡി 1, 2 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. ഓക്കെ.